ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു അൺബോക്സിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ കുറച്ച് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. ഇത് ഞാൻ മേടിക്കാനുള്ള ഫസ്റ്റ് റീസൺ ഞാൻ പറഞ്ഞുതരാം. കുറേ നാൾ കൊണ്ടിട്ട് ഞാൻ കാർട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ വെള്ളത്തെത്തിക്കാറില്ല കേട്ടോ, അതാണ് തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറേ നാൾ കൊണ്ടിട്ട് ഞാനിങ്ങനെ കാർട്ടിൽ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഇത് ഡോട്ട് ആൻഡ് കീയുടെ കുറേ പ്രോഡക്റ്റ്സ് ഞാൻ കാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വാങ്ങാനുള്ള ഭയങ്കരമായിട്ട് എനിക്ക് തോന്നിയില്ല. ബിക്കോസ് ഞാനങ്ങനെ സ്കിൻ കെയർ അങ്ങനെ ചെയ്യാറില്ല. അതാണ് മെയിൻ റീസൺ. എൻ്റെ വീഡിയോ കാണുമ്പോൾ അറിയാം, ഞാൻ അങ്ങനെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒന്നും കാണിച്ചു തന്നിട്ടുമില്ല. ഞാനങ്ങനെ ചെയ്യാറുമില്ലായിരുന്നു. ഈ ഇടയ്ക്ക് സൺസ്ക്രീൻ പോലും ഞാൻ യൂസ് ചെയ്യാറില്ലായിരുന്നു. അതാണ് മെയിൻ റീസൺ. ഉപയോഗിക്കത്തില്ല. ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ കൂടുതലും ബേബീൻ്റെ ബോഡി ലോഷൻ അല്ലെങ്കിൽ ഫേസ് ക്രീം എടുത്തിട്ട് അപ്ലൈ ചെയ്യും. ബേബി പൗഡർ യൂസ് ചെയ്തിട്ട് പുറത്ത് പോയി കണ്ടൊക്കെ എഴുതിയിട്ടാണ് ഇപ്പോൾ പോണത്. പിന്നെ ലെൻസ് ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്, എപ്പോഴൊന്നുമില്ല, ഇടയ്ക്ക് മാത്രം. അതെൻ്റെ കോൺടാക്ട് ലെൻസ് ആണ് കേട്ടോ. കണ്ണിന് കാഴ്ചക്കുറവുണ്ട്, അതിൻ്റെ ലെൻസാണ്. അത് ഞാൻ കളർ കൊടുത്ത് ചെയ്യിപ്പിച്ചാണ് കേട്ടോ. കുറച്ച് ഭംഗി ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. കണ്ണാടി എപ്പോഴും വെച്ചോണ്ടെങ്കിൽ ഭയങ്കര കിളവി ലുക്കാവുമെന്നേ ഞാനത് അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ കുറേ നാൾ കൊണ്ടിട്ട് കാട്ടിലിട്ട് വെച്ചിരുന്ന കുറച്ച് പ്രൊഡക്റ്റ്സാണ്. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെയാണെന്നും കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റും പറഞ്ഞുതരാം കേട്ടോ. ഇതിൻ്റെ യൂസേജ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി ഞാനിത് വാങ്ങിയിട്ട് കുറേ ദിവസം, ഒരു 2 വീക്സ് അടുപ്പിച്ചിട്ടായി. പക്ഷെ ഞാനിത് ഓപ്പൺ ചെയ്തതുവരെ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ റിവ്യൂ പറയാം കേട്ടോ. ഇതിപ്പം ഞാൻ ഓപ്പൺ ചെയ്തില്ല, പക്ഷെ എൻ്റെ കെട്ടിന് പോകുന്നതിൻ്റെ തലേ ദിവസമാണെന്ന് തോന്നുന്നു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയാണ് എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫുള്ളായിട്ട് അതിൻ്റെ കവർ ഓപ്പൺ ചെയ്തിട്ടില്ലായിരുന്നു. ഇത് ജസ്റ്റ് കീറി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണ് എന്ന്. ഞാൻ അൺബോക്സിങ് ഒക്കെ ചെയ്യണം, സോ അതുകൊണ്ടിട്ട് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ ഓപ്പൺ ചെയ്തില്ല, ഞാൻ ഒന്നും പറയാനും പോയില്ല. ആൾ പോകാൻ പോവുകയാണല്ലോ. പിന്നെ നമ്മൾ പറഞ്ഞ് എന്തിനാ വെറുതെ തല്ലിവിടുന്നത്, അതുകൊണ്ടിട്ട് അങ്ങനെയൊക്കെയോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്? ഇതിൻ്റെ ടെക്നിക്ക് എനിക്ക് പിടി കിട്ടുന്നില്ല കേട്ടോ. കിട്ടി വീട്ടിലെ ഞങ്ങളുടെ വല്യച്ഛനെ പനി വന്നിട്ട് ഒച്ച അടച്ചു. പക്ഷെ ഇപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. എന്ത് പറ്റുകയാണെന്ന് അറിയാം. ഡോക്ടർ കാണിക്കുന്ന ആരും പറഞ്ഞു കേട്ടോ. അവരെ ഇതാണ് നമ്മുടെ പ്രൊഡക്ട്സ്. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെയൊക്കെ റേറ്റും പറഞ്ഞുതരാം. കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷേ അത്യാവശ്യം നല്ല. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം, ഓപ്പണായിട്ട് പറഞ്ഞുതരാമല്ലോ. ഞാനും ഒരു ഇൻഫ്ലുവൻസറാണ്, സോ ഞാനും പല പ്രൊഡക്ട്സിൻ്റെയും ഇത് റിവ്യൂ പറയാറുണ്ട്. എന്നാൽ കൂടിയിട്ട് ഞാൻ കൂടുതലും ഞാൻ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ പറയാറുള്ളത്. ഡ്രസ്സൊക്കെ ഉള്ളത് പിന്നെ ഓപ്പണായിട്ടൊക്കെ പറഞ്ഞ് പോകാറുള്ളത്. ഈ ഡ്രസ്സ് എനിക്ക് മീറാ ബൂട്ടിക്ക് എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് അയച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ അവരുടെ പേജ് ടാഗ് ചെയ്തേക്കാം. ഇതൊരു ജാക്കറ്റാണ് കേട്ടോ, കോട്ടാണ്. സംഭവം നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടോ. ഞാൻ ഇഷ്ടപ്പെട്ട കളർ പറഞ്ഞ് ചെയ്തതാണ് കേട്ടോ. ഞാൻ അവരുടെ പേജ് മെൻഷൻ ചെയ്തേക്കാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്താൽ കേട്ടോ. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഞാൻ ഇൻസ്റ്റയിൽ അധികം വലിയ കുഴപ്പമൊന്നുമില്ലാത്ത പ്രോഡക്റ്റ്സ് ഒക്കെ വരാറുണ്ട്. പക്ഷേ യൂട്യൂബിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം, എനിക്കും ഭാവിയിൽ വരാം, ഞാനും ചെയ്യാം. എന്നാൽ കൂടിയിട്ട് ഞാൻ പറഞ്ഞു തരാണ്, നമ്മൾ ഈ പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേബിൾ വന്നിട്ട് ചില പ്രൊഡക്റ്റ്സുകളൊക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമല്ലോ, അതൊന്നും അധികം നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യാൻ നിൽക്കരുത്. ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഒന്നും നല്ലതാവണമെന്നില്ല കേട്ടോ. ചിലത് മാത്രമേ ഉള്ളാവും നല്ലതായിട്ടുണ്ടാവുക, ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ ക്യാഷ് പോവും, അത്രയും ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അവർക്ക് ക്യാഷും കിട്ടും. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 60,000 രൂപ വരെയൊക്കെ പേയ്മെൻറ്റ് മേടിച്ചിട്ടാണ് പലരും അത് ചെയ്യാറുള്ളത്. എനിക്ക് വന്നിട്ടില്ല, എനിക്ക് വരുമായിരിക്കും, ഞാൻ ചെയ്യുകയും ചെയ്യും. എനിക്ക് പേയ്മെൻറ്റ് കിട്ടണമല്ലോ, ഞാൻ വെറുതെ കളയേണ്ട കാര്യമില്ലല്ലോ. സോ അവരെ കുറ്റം പറയത്തില്ല, അവരുടെ ജോലിയാണ്. ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ഓരോ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാനുള്ളത് അവരുടെ ഡ്യൂട്ടിയാണ്. സോ നിങ്ങൾ ജെന്യൂനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ആരെങ്കിലും റിവ്യൂ ചോദിച്ചതിന് ശേഷം മാത്രമേ അത് യൂസ് ചെയ്യാവൂ കേട്ടോ. നിങ്ങളുടെ കുട്ടികൾ ശനിയാഴ്ച ആവുന്നുണ്ട്, കുട്ടികളൊക്കെ ഉണ്ട്, അതിൻ്റെ ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. സോ അതൊക്കെ ഇഗ്നോർ ചെയ്തേക്കാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ജെന്യുവിൻ റിവ്യൂ അറിഞ്ഞതിന് ശേഷം മാത്രമേ വാങ്ങി യൂസ് ചെയ്യാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാഷ് പോവും. അനുഭവം കൊണ്ടിട്ട് പറഞ്ഞതാണ് കേട്ടോ. പല ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും വീഡിയോ പോയി കണ്ടിട്ട് ഞാൻ പലതും വാങ്ങിയിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു വെളിച്ചത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യാൻ, ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യാറില്ല. ഞാൻ എന്താണ്
സോപ്പ് ഉപയോഗിച്ചിട്ടായിരുന്നു ഫേസ് വാഷ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ എല്ലാ ഡാമേജും എൻ്റെ ഫേസിലുണ്ടായി. ഗോഗു വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്. ഗോഗു യൂസ് ചെയ്യാറുണ്ട്. സോ അതിന് ശേഷമാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഫസ്റ്റ് അതുകൊണ്ട് നമ്മുടെ ഫേസ് വാഷ് കാണിച്ചാൽ ഇത് ബഹളമൊക്കെ കേൾക്കും. സോ ഇട്ടേക്കും. കുട്ടികളുള്ളതുകൊണ്ടിട്ടേ അവരോട് ബഹളം വെക്കുന്നതാണ്. പിന്നെ വണ്ടി പോകുന്നുണ്ട്, അതിൻ്റെയൊക്കെ നോയ്സ് ഉണ്ടാവും. സോറി കേട്ടോ. അപ്പോൾ വൈറ്റമിൻ സി സൂപ്പർ ബ്രൈറ്റിംഗ് ജെൽ ഫേസ് വാഷ് ആണ് കേട്ടോ ഇത്. ഇത് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് ഓപ്പൺ ചെയ്തില്ല, ഞാൻ കാണിച്ചു തരാം. ഒരു ഓറഞ്ചിൻ്റെ സ്മെല്ലാണ് കേട്ടോ വരുന്നത്. എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ യൂസ് ചെയ്തതിന് ശേഷം റിവ്യൂ പറയാം കേട്ടോ. ആ ഓറഞ്ചിൻ്റെ തന്നെ കേട്ടോ ഇത്. ഓറഞ്ച് നയാസിനമൈഡൊക്കെ വരുന്ന ഒരു ഫേസ് വാഷാണ് കേട്ടോ. യൂസ് ചെയ്തിട്ട് ഞാൻ റിസൾട്ട് പറയും. ഇത് 375 375 രൂപയായിരുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ്. പിന്നെ ഒരു വാട്ടർ മെലൻ്റെ ഫേസ് വാഷ് എനിക്ക് തോന്നുന്നു ഇതെനിക്ക് അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയാണ്. ഞാൻ എന്തായാലും രണ്ടെണ്ണം ഒരുമിച്ച് വാങ്ങും. ഇതെനിക്ക് ഫ്രീ കിട്ടിയായിരുന്നെന്ന് തോന്നുന്നു. ഏതാണ്ട് 2 പ്രോഡക്റ്റ്സ് ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ സാധനം ഓർഡർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലോ ഏതാണ്ട് 1 മന്ത് ആയി ഞാൻ ഇത് ഓർഡർ ചെയ്തിട്ട് കയ്യിൽ കിട്ടിയപ്പം ഒരു 15 ദിവസത്തോളം ആയിട്ടുണ്ടായിരുന്നു. ഓർഡർ ചെയ്തതിന് ശേഷം ഇത് വന്നപ്പോൾ പിന്നെ ഒരു 2 വീക്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയുന്നത്. അതുകൊണ്ടിട്ടാണ് കേട്ടോ. ഇത് വാട്ടർമെലൻ്റെ ആണ് കേട്ടോ. വാട്ടർമെലൻ സൂപ്പർ ഗ്ലോ ജെൽ ഫേസ് വാഷ്. എനിക്കിത് ഫ്രീ കിട്ടിയതാണ്. ഇതും വൈറ്റമിൻ സി ആണ് കേട്ടോ. കുക്കുംബർ വൈറ്റമിൻ സി കുക്കുംബർ. ഇത് എന്തോ എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു മണം. എനിക്ക് അറിയത്തില്ല പറഞ്ഞുതരാൻ. ഗോഗു യൂസ് ചെയ്യുന്ന ഫേസ് വാഷിൻ്റെ സ്മെല്ല്. ഇത് വാട്ടർമെലൻ്റെ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 249 249 രൂപയാണ് കേട്ടോ. പിന്നെ ഇത് എനിക്ക് അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയൊരു മോയ്സ്ചറൈസർ ആണെന്ന് സ്കിൻ കെയർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കീറിയിട്ടിട്ടുണ്ട്. ഇത് ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കീറിയാണ് കേട്ടോ. ഇതെനിക്ക് ഫ്രീ കിട്ടിയതാണ് കേട്ടോ. 13 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇതിന് ക്യൂട്ടായിട്ടുള്ള ഡബ്ബ. എന്താണ് സാധനം? നൈസ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ക്യാപ്പൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ സ്മെല്ലൊന്നും ഇല്ല കേട്ടോ. അതെ, നമ്മൾ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങുമ്പോൾ ഫേസിലും ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ ഫ്രേഗ്രൻസ് ഇല്ലാത്തത് തന്നെയാണ് നല്ലത്. അതായത് സ്മെല്ലൊന്നും ഇല്ലാത്ത തന്നെയാണ് കേട്ടോ നല്ലത്. നല്ല സാധനമായിരിക്കും. വലിയ കെമിക്കൽസും കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. സോ ഇത് കൊള്ളാൻ തോന്നണം. ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് കൊള്ളാമെന്നുണ്ടെങ്കിൽ നമുക്ക് വലുത് മേടിക്കാം. കുറേ സാധനങ്ങളുണ്ട്, എല്ലാം ഞാൻ കാണിച്ചു തരാമേ. ഇത് ലിപ് പോളിഷ്, അതായത് ഷുഗർ സ്ക്രബാണ് കേട്ടോ. അതായത് എൻ്റെ നല്ല പിഗ്മെൻറ്റഡ് ആണ്, നന്നായിട്ട് ഡാർക്ക്നെസ് അടിച്ചിട്ടുണ്ട്. പിഗ്മെൻറ്റഡ് ആണ്, അതുകൊണ്ട് ലിപ്സ്റ്റിക്ക് കൂടുതൽ യൂസ് ചെയ്യുന്നതിനാണ് കേട്ടോ. സോ അതിൻ്റെത് ഇതൊക്കെ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ്? അതാണ് മെനക്കേട്. ബില്ല് 445 രൂപയാണ് കേട്ടോ. 445 445 രൂപയാണ്. ഈ ലിപ് സ്ക്രബാണ് കേട്ടോ ഇത്. ഡോട്ട് ആൻഡ് കീയുടെ അത്യാവശ്യം നല്ല റിവ്യൂ, അതായത് ജെന്യൂൻ റിവ്യൂ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത്. നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതൊരു തറയിൽ പോയി കഴിഞ്ഞാൽ ഉടയുന്ന ടൈപ്പിലുള്ളതാണ്. പക്ഷെ വലിയ ക്വാണ്ടിറ്റി ഒന്നും ഇല്ല. 443 രൂപയ്ക്ക് വലിയ ക്വാണ്ടിറ്റി ഒന്നും ഇല്ല. സാധനം കാണാൻ നല്ല. ഇതും വലിയ സ്മെല്ലൊന്നും ഇല്ല കേട്ടോ. ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ളൊരു സ്മെല്ല് മാത്രമേ ഉള്ളൂ. ഷുഗറിൻ്റെ സ്ക്രബാണ്. ഒരു ചെറിയ സ്മെല്ലേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ അത് ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ട്. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ റിസൾട്ട് പറയാം. കാണാൻ നല്ല ചന്തമുണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. നല്ല കാര്യം. ഷുഗറിൻ്റെ ചെറിയ ചെറിയ തരികൾ. ഷുഗർ മധുരം കഴിവുണ്ട്. യൂസ് ചെയ്യുമ്പോൾ കഴിച്ച് നോക്കില്ല, അന്നേരം ഞാൻ പറയാം. ബിക്കോസ് ലിപ്പിൽ അപ്ലൈ ചെയ്യാണല്ലോ. ഇത് ഗ്രീൻ ക്ലേ മാസ്ക് ആണ് കേട്ടോ ഇത്. അതായത് ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ളൊരു മാസ്ക് ആണ്. ഞാൻ അങ്ങനെ ഫേസ് മാസ്ക് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ പറഞ്ഞു വീട്ടിൽ തന്നെ ഞാൻ കുറേ ആയുർവേദ അല്ല, നമ്മുടെ അങ്ങാടിക്കടയിൽ കുറച്ച് മേടിച്ച
പൊടികളൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഞാൻ ചുമ്മാ എല്ലാം വാങ്ങിയല്ലോ എന്ന് വിചാരിച്ചാൽ അതിൻ്റെ കൂട്ടത്തിൽ മേടിച്ചതാണ്. അല്ലേ, ഇത് ക്ലേ മാസ്ക് ആണ്. അതായത് നമ്മുടെ മുൾട്ടാണി മിട്ടി ഉണ്ടല്ലോ അതുപോലെ ഒരു ഐറ്റം ഉപയോഗിച്ചിട്ടുള്ളൊരു മാസ്ക് ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 550 രൂപയാണ് കേട്ടോ. ഇതെല്ലാം കൂടെ വാങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നൊരു 3000 അടുപ്പിച്ചായിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടെ ഒരുപാട് സാധനം ഉണ്ടല്ലോ, അതുകൊണ്ടിട്ടാണ് കേട്ടോ അത്രയും റേറ്റ് വന്നത്. ഇത് ചെറിയൊരു സ്മെല്ലുണ്ട്, എന്താണെന്ന് എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല, പക്ഷെ സാധനങ്ങളാണ് യൂസ് ചെയ്തിട്ട് ഭയങ്കര റിസൾട്ട് പറയാം. എനിക്ക് കണ്ടിട്ട് മറ്റേ മുൾട്ടാണി മിട്ടിയുടെ ഒരു ഇതാണ് തോന്നുന്നത് കേട്ടോ. ഇതിൻ്റെയൊക്കെ റിവ്യൂ പറയാൻ നേരം ഇതിൻ്റെയൊക്കെ ബേസിക് കാര്യങ്ങളൊക്കെ പറയാം. ഇതിൻ്റെ അകത്തും നേരത്തെ കണക്കുള്ള സ്റ്റിക്ക് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഡോട്ടാനിക്ക് ഞാൻ കുറേ നാൾ ആഗ്രഹിച്ച ആർത്ത് കുത്തിയിരുന്ന് മേടിച്ച സാധനമാണ്. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്, ഉള്ളത് പറയണമല്ലോ. പിന്നെ ഇതിനകത്ത് എനിക്ക് ഇതെനിക്ക് ഫ്രീ കിട്ടിയാണ് കേട്ടോ. ഇത് എന്തോ സ്കിൻ കെയർ ആണ്, ഇതും ഫേസ് വാഷ് ആണ് കേട്ടോ. ഹൈഡ്രേറ്റിംഗ് ഫേസ് വാഷ് ആണ്, 99 രൂപയുടെ ആണ് കേട്ടോ. ഇതിനൊരു ക്യാപ്പുണ്ട്, യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് പറയും. ഇതൊക്കെ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് ഗിഫ്റ്റായിട്ട് തരുന്നത്. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം നെക്സ്റ്റ് ടൈം. ഇപ്പം അല്ല കേട്ടോ, ഇപ്പോൾ വാങ്ങാൻ എൻ്റെ കയ്യിലില്ല. കുറേ സാധനങ്ങൾ വേറെ വാങ്ങി വെച്ചിട്ട് വേറെ ബ്രാൻഡ്സ് ഉണ്ട്. പിന്നെ ഇത് സൺസ്ക്രീൻ ആണ് കേട്ടോ. ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാറില്ല എന്ന് ഞാൻ എപ്പോഴും പറയേണ്ട കാര്യമാണ്. എൻ്റെ അനിയത്തി ഉപയോഗിക്കും കേട്ടോ. അവൾ എപ്പോഴും പറയും പുറത്തൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഫേസ് ഫുള്ള് ഡാമേജ് ആവും, പിഗ്മെൻറ്റഡ് ആവും, ആഗ്നീസ് വരും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ യൂസ് ചെയ്യാറില്ലായിരുന്നു. ഈ ഇടയ്ക്ക് ഞങ്ങൾ കന്യാകുമാരി പോയ സമയത്ത് ഭയങ്കര വെയിലത്താണല്ലോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചേച്ചി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി യൂസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ തന്നു. അതിനുശേഷം ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചത്. അങ്ങനെ തന്നെ ഞങ്ങൾ എറണാകുളത്ത് പോയപ്പോൾ ഒരെണ്ണം മേടിച്ചു. അതും 200 എത്രാണ്ട് രൂപയുടെ ആയിരുന്നു ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. കൊള്ളായിരുന്നു കേട്ടോ. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ വൈറ്റമിൻ C+E സൂപ്പർ ബ്രൈറ്റനിങ് സൺസ്ക്രീൻ ആണ് കേട്ടോ. വാട്ടർ ലൈറ്റ്, അതായത് വാട്ടർ കൺസിസ്റ്റൻസി ആണെന്ന് തോന്നുന്നു. അതാണെന്ന് തോന്നുന്നു ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. കാണുന്നില്ലല്ലേ? ഇത് വരുന്നില്ല, പിന്നെ കാണിച്ചു തരാം. ഇത് PA+++4+ ഉണ്ട്, 50+ ഉണ്ട്. നമ്മൾ സൺസ്ക്രീൻ എപ്പോൾ യൂസ് ചെയ്താലും PA+++ ഉള്ളത് വാങ്ങാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 50+ ഉള്ളതും വാങ്ങണം കേട്ടോ. $80 grams ആണ്. ഫ്രേഗ്രൻസ് ഫ്രീ കൊടുത്തിട്ടുണ്ട്, ഫ്രേഗ്രൻസ് ഫ്രീ ആണ്. ഇത് ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഇത്. നല്ല വാട്ടർ കൺസിസ്റ്റൻസി ആണേ, കണ്ട കൊള്ളാം. എൻ്റെ കയ്യിലിരിക്കുന്നത് ഭയങ്കര വൈറ്റ് കാസ്റ്റ് ആണ്. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പറ്റിയിരിക്കും. ഇത് നമ്മുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നവർക്ക് വേറെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ഇത് നല്ലതാണ്. നല്ലത് എന്ന് മീൻസ് ഫ്രേഗ്രൻസ് ഇല്ലാത്തത് നല്ലതാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പോയിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 599 രൂപയാണ്. ഈ ഡോട്ടാനിക്ക് ഞാനിത് ഇവരുടെ വെബ്സൈറ്റിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. ഇവരുടെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാൻ പറഞ്ഞത്. പർപ്പിളിലൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഞാൻ ഇവരുടെ ഡയറക്റ്റ് സൈറ്റിൽ പോയിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കതാണ് ഇഷ്ടം, സൈറ്റുകളിൽ പോയിട്ട് വാങ്ങുകയാണ് ഇഷ്ടം. അവിടെ ഓഫർ അങ്ങനെ വലിയ ഓഫറൊന്നും കാണത്തില്ല. പർപ്പിളൊക്കെ വാങ്ങുമ്പോൾ ഓഫേഴ്സൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഒറിജിനൽ ഐറ്റം കിട്ടുമല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് പോകണമാണ്, ദൈവത്തിന് അറിയാം. പിന്നെ ഇത് ഒരു വൈറ്റമിൻ C സൂപ്പർ ബ്രൈറ്റനിങ് മോയ്സ്ചറൈസറാണ്. ഇത് ഞാൻ ആഗ്രഹിച്ച് കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ചിരുന്ന് മേടിച്ച ഒരു മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത്. വൈറ്റമിൻ C ആണെന്ന് തോന്നുന്നുണ്ടോ. ഈ 3 ഞാൻ ഒരു 3 ഐറ്റം വൈറ്റമിൻ C+E മേടിച്ചിട്ടുണ്ട്. സൂപ്പർ ബ്രൈറ്റനിങ് ബ്ലോണ്ട് ഓറഞ്ച് തോന്നുന്നു. ചെറിയൊരു ഓറഞ്ചിൻ്റെ സ്മെല്ല്, ഭയങ്കര സ്മെല്ലൊന്നും ഞാൻ പറയുന്നില്ല, ചെറിയൊരു ഓറഞ്ചിൻ്റെ സ്മെല്ല്. അല്ല, നല്ലതായിട്ടുണ്ട് ഓറഞ്ചിൻ്റെ സ്മെല്ല്. ഇത് എങ്ങനെയുണ്ടെന്ന് ഞാൻ യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ റേറ്റ് കൂടി. എനിക്ക് ഇതിൻ്റെയൊക്കെ ഈ ഒരു ക്യാപ്പ് ഉണ്ടോ, എനിക്കിതാണ് ഇഷ്ടം കേട്ടോ. നല്ല ഇത് ചില്ലിൻ്റെ കുപ്പിയാണ്, ബോക്സാണ്, ടിന്നാണ്, പൊട്ടിപ്പോണതാണ് നിലത്ത് വീണ് കഴിഞ്ഞാൽ. ആ ടൈപ്പ്, പ്ലാസ്റ്റിക് അല്ല. അതിൻ്റെയും കൂടെ റേറ്റാണ് തോന്നുന്നു ഞാൻ എടുക്കുന്നത്. 495, 495, 495 രൂപയാണ് ഇതിൻ്റെ റേറ്റ്.
പിന്നുള്ളത് ഇതും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ് വൈറ്റമിൻ C+C. പണ്ട് ഗുഡ് വൈബ്സിൻ്റെ ഒരു ഇത് സിറം യൂസ് ചെയ്തിട്ടുണ്ട്, ഫേസ് സിറം യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് കേട്ടോ മേടിക്കുന്നത്. ഇതും ബ്ലോണ്ട് ഓറഞ്ചിൻ്റെ തന്നെയാണ് വരുന്നത്. പിന്നെ പംകിൻ കൊടുത്തിട്ടുണ്ട്. എസെൻഷ്യൽസിൻ്റെ കാര്യമാണ് അത് കൊടുത്തിട്ടുണ്ട്. സൗണ്ട് കുറയ്ക്കാൻ പറയാനുള്ള പിന്നെ ഇതാണ് ഐറ്റം. പക്ഷേ ഇച്ചിരി ഉള്ളൂ കേട്ടോ, 30 അല്ലേ. ഇതിൻ്റെ റേറ്റ് ഭയങ്കര റേറ്റ് ആയിരുന്നു, 695 രൂപ. അതിനുള്ള ഉണ്ടോടെ യൂസ് ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ടെന്നേ. എന്നിട്ട് നിങ്ങൾ മേടിച്ചാൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞത് പോയി മേടിക്കാൻ നിൽക്കല്ലേ. ഒരു സിറം എന്ന് പറഞ്ഞിട്ടൊരു വാട്ടർ കൺസിസ്റ്റൻസി തന്നെയാണ് കേട്ടോ. ചെറിയൊരു ഓയിലി ഫീല് തോന്നുന്നുണ്ട്. ഭയങ്കര തിക്കായിട്ടുള്ളതല്ല. ഞാൻ യൂസ് ചെയ്ത സിറം ഗുഡ് വൈബ്സിൻ്റെ ഒരെണ്ണം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സ്മെല്ലൊന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ നല്ല തന്നെ ദൈവമേ. എനിക്കറിയത്തില്ല, ഞാൻ എന്തായാലും യൂസ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അൺബോക്സിങ്. ഇതിവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ പോയി മേടിക്കാവില്ല എന്നുണ്ടെങ്കിൽ വെറുതെ പൈസ പോകും കേട്ടോ. ആരുടെയെങ്കിലും ഒരാളുടെ പൈസ പോയാൽ മതിയല്ലോ. എനിക്കാണ് കേട്ടോ പറഞ്ഞത്. നമുക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി മേടിച്ചു, എനിക്ക് വിഷമമൊന്നുമില്ല. പിന്നെ ഞാൻ ഇതൊക്കെ ആഗ്രഹിച്ചിരുന്ന മേടിച്ച സാധനങ്ങളാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കിയതിന് ശേഷം പറയാം. ഇപ്പോഴത്തെ എൻ്റെ സ്കിന്നിൻ്റെ അവസ്ഥ ഉണ്ടോ, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് വല്ല മാറ്റം ഉണ്ടെങ്കിൽ പറയട്ടെ. ഇത് മാത്രമല്ല, വേറെ കുറച്ച് ബ്രാൻഡ്സ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ റിവ്യൂ പറയാൻ വിചാരിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ എന്തൊക്കെയുണ്ട് ഇതൊക്കെ ചെയ്തോ. ബെല്ലൈക്കണമൊക്കെ ഞെക്കി പൊടിച്ചേക്കുക, മറക്കണ്ട. ഇത്ര ഐറ്റംസാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ യൂസ്ഫുൾ ആവില്ല. ഞാൻ റിവ്യൂ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.